കേരളത്തിന്റെ സ്റ്റാർ മണ്ഡലങ്ങളിൽ ഇടം പിടിച്ച തൃത്താല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം തൊട്ട് വാഗ്വാദങ്ങളും വെല്ലുവിളികളും സ്ഥിരം കാഴ്ചയായ തൃത്താല മന്ത്രിയും മുൻ എംഎൽഎയും തമ്മിലുള്ള പോർക്കളത്തിലേക്ക് ഏവരും ഉറ്റുനോക്കുകയാണ്. പ്രഖ്യാപനത്തിന് മുൻപേ സ്ഥാനാർത്ഥി ചിത്രങ്ങൾ തെളിഞ്ഞ മണ്ഡലത്തിൽ കേരളക്കരയ്ക്ക് തന്നെ പരിചിതമായ രണ്ട് മുഖങ്ങൾ തമ്മിലാണ് പ്രധാന മത്സരം. അതാണ് തൃത്താലയെ വ്യത്യസ്തമാക്കുന്നത്. അതേസമയം NDAയും SDPയും പിടിക്കുന്ന വോട്ടുകൾ ജനവിധിയിൽ നിർണായകമായ പങ്കുവഹിക്കുന്നു എന്നതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. വികസന ചർച്ചകൾക്കൊപ്പം വിമർശനങ്ങളും ഒരുപോലെ ഉയർന്ന മണ്ഡലത്തിൽ മുൻ MLA ആയ UDFന്റെ സ്ഥാനാർത്ഥി വെറും ഒരു ഫേസ്ബുക്ക് MLA മാത്രമായിരുന്നു എന്നാണ് LDFന്റെ വിമർശനമെങ്കിൽ മന്ത്രിയായ LDF സ്ഥാനാർത്ഥി PR സ്റ്റണ്ടാണ് മണ്ഡലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് UDFന്റെ വിമർശനം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ LDF UDF മുന്നണികൾ NDA SDPI വോട്ടുകൾ സ്വന്തമാക്കിയാണ് വിജയം തീർത്തത് എന്ന് പരസ്പരം ആരോപിക്കുന്നുമുണ്ട്. ജില്ലയുടെ ആരംഭം കുറിക്കുന്ന തൃത്താലയിൽ മുന്നണികൾ മാറി മാറി ഭരിക്കുന്ന കാഴ്ചയല്ല ഇതുവരെ കണ്ടത്. ഭരണം പിടിക്കുന്ന മുന്നണി മണ്ഡലം 10-20 വർഷങ്ങൾ നിലനിർത്തുന്ന പതിവാണ് തൃത്താലയ്ക്കുള്ളത്. ഇത്തവണ LDFൽ നിന്ന് മണ്ഡലം UDF പിടിക്കുകയാണെങ്കിൽ ഈ ചരിത്രത്തിനാവും നാന്ദി കുറിക്കുക. പരസ്പരമുള്ള വാഗ്വാദങ്ങൾക്കൊടുവിൽ LDF സ്ഥാനാർത്ഥി വികസന സംവാദത്തിനായി UDF സ്ഥാനാർത്ഥിയെ ക്ഷണിച്ചതും ഇതിനു മറുപടിയായി പ്രതിപക്ഷ നേതാവിന്റെ സംവാദ ക്ഷണം മുഖ്യമന്ത്രി സ്വീകരിച്ചാൽ ഉടനെ തൃത്താലയിലെ സംവാദത്തിന് തയ്യാറെന്ന UDF സ്ഥാനാർത്ഥിയുടെ പ്രതികരണവുമെല്ലാം സംസ്ഥാന രാഷ്ട്രീയത്തിലൊട്ടാകെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇതെല്ലാം ജനങ്ങളിൽ സ്വാധീനം ചെലുത്തുമോ എന്നുള്ളതും കണ്ടറിയണം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ തൃത്താലയിൽ മുൻകൈ നേടിയ UDFന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത് നിലനിർത്താനാകുമോ, അതോ മന്ത്രിക്ക് മണ്ഡലം കാത്തു സൂക്ഷിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം പ്രവചനാതീതമാണ് എന്നതാണ് മണ്ഡലത്തിലെ ഓരോ വോട്ടറുടെയും മറുപടി. ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ഹോം അപ്ലയൻസസ്, ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് EMI ഓഫറിൽ 0% ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങളും എന്നെ പോലെ മേൽക്കോയിൽ വിസിറ്റ് നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ.